السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ 21ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്ത് ത്വാരിഖിലെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്തൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر. ഇനി നമുക്കതിലെ 5ാമത്തെ വചനവും അതിൻ്റെ അർത്ഥവും നോക്കാം. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ആയത്തിൻ്റെ അർത്ഥം, എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഫല്യൻദുർ, അവൻ നോക്കിക്കൊള്ളട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. ഫല്യൻദുരിൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്നാൽ മനുഷ്യൻ നോക്കിക്കൊള്ളട്ടെ. മിമ്മ, എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ എന്തിനാലാണ്, ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. വിശദാംശത്തിലേക്ക് കടക്കാം. ഇമാം തബരി റഹ്മഹുല്ല പറയുന്നു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത് ഫല്യൻദുരിൽ ഇൻസാനുൽ മുകദ്ദിബ് ബിൽ ബഅസി ബഅദൽ മമാത്, അഥവാ മരണശേഷമുള്ള പുനരുത്ഥാനത്തെ കളവാക്കുന്നവനായ മനുഷ്യൻ. ആ മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്രകാരം പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അൽ മുൻകർ ഖുദ്റത്തുല്ലാഹി അലാ ഇഹ്യാഇഹി ബഅദ മമാതിഹി, മരണത്തിന് ശേഷം പുനർജീവിപ്പിക്കുവാനുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കഴിവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ആ മനുഷ്യർ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യം അവനൊന്ന് ഓർത്തുകൊള്ളട്ടെ എന്നാണ്. മിമ്മ ഖുലിഖ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അഥവാ മിൻ അയ്യി ശൈഇൻ ഖലഖഹു റബ്ബുഹു, തൻ്റെ റബ്ബ് തന്നെ സൃഷ്ടിച്ചത് ഏതൊരു വസ്തുവിൽ നിന്നാണ് എന്നവൻ നോക്കിക്കൊള്ളട്ടെ. സുമ്മ അഖ്ബറ ജല്ല സനാഉഹു അമ്മാ ഖലഖഹു മിൻഹു. എന്നിട്ട് ശേഷം അടുത്ത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിന് മുമ്പ് ഇബ്നു കസീർ റഹ്മഹുല്ല ഈ വചനത്തിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. അദ്ദേഹം പറയുകയാണ്, ഈ വചനം തൻബീഹുൻ ലിൽ ഇൻസാനി അലാ ദഅഫി അസ്ലിഹി അല്ലദീ ഖുലിഖ മിൻഹു. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അത് ഏറ്റവും ദുർബലമായ ഒരു വസ്തുവിൽ നിന്നാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇർഷാദുൻ ലഹു ഇലൽ ഇഅ്തിറാഫിൽ ബിൽ മആദ്, താൻ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും റബ്ബ് സുബ്ഹാനഹു വതആല തൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ കൂടിയാണ് എന്ന കാര്യവും ഈ വചനത്തിലൂടെ നമ്മെ അള്ളാഹു അറിയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലിഅന്ന മൻ ഖദറ അലൽ ബദാഅതി ഫഹുവ ഖാദിറുൻ അലൽ ഇആദതി ബിതരീഖിൽ ഔല. എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായും രണ്ടാമത് സൃഷ്ടിക്കുവാൻ അല്ലാഹു എന്തായാലും കഴിവുള്ളവനായിരിക്കും. ഏതൊരു കാര്യവും ആദ്യം തുടങ്ങുവാനാണല്ലോ പ്രയാസമുണ്ടായിരിക്കുക. അത് രണ്ടാമത് ആവർത്തിക്കുവാൻ ആദ്യം നിർവഹിച്ച അത്ര പ്രയാസം എന്തായാലും വേണ്ടിവരില്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിർമ്മിക്കുവാൻ അള്ളാഹു എളുപ്പമുള്ളവനായിരിക്കെ രണ്ടാമത് നിർമ്മിക്കുവാൻ, രണ്ടാമത് അതിനെ പുനർജീവിപ്പിക്കുവാൻ അള്ളാഹു അതിനേക്കാൾ എത്രയോ അള്ളാഹുവിന് അത് സിമ്പിളായിരിക്കും, എളുപ്പമായിരിക്കും എന്നാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്ത് റൂമിലെ 27ാമത്തെ വചനത്തിൽ ആ കാര്യം അള്ളാഹു എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി, അഥവാ അള്ളാഹു ആണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത്, അത് മടക്കി കൊണ്ടുവരുന്നവനും അവൻ തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എളുപ്പമായുള്ള കാര്യമാകുന്നു. ഇനി നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്ന കാര്യങ്ങൾ നോക്കാം.
ഇവിടെ ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫൽയൻദുർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെയുള്ള ആ ഒരു ലാമ്, ആ ലാമ് ശരിക്ക് അമ്രിനെയാണ് സൂചിപ്പിക്കുന്നത്, കൽപ്പനയെയാണ് അത് അറിയിക്കുന്നത്. വൽ മുറാദ് ബിൻ നദർ ഹിന നദറുൽ ഇഅ്തിബാർ, ഇവിടെ നോക്കുവാൻ പറഞ്ഞത് അത് പരിഗണനയുടെ നോട്ടത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത്. വഹുവ നദറു ബിൽ ബസീർ, അഥവാ ഉൾക്കാഴ്ച കൊണ്ട് നോക്കുവാനാണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്. അല്ലാതെ സാധാരണ രീതിയിലുള്ള നോട്ടമല്ല, മറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ യുഫക്കിറിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നും, അതേപോലെ തന്നെ ഹൽ ഖുലിഖ മിൻ ഹദീദിൻ, ഒരു ഇരുമ്പും കഷ്ണത്തിൽ നിന്നാണോ താൻ സൃഷ്ടിക്കപ്പെട്ടത്? അല്ലല്ലോ. അതല്ലെങ്കിൽ അതുപോലുള്ള ഉറപ്പുള്ള ഏതെങ്കിലും വസ്തുക്കളിൽ നിന്നോ ഏതെങ്കിലും ഖരപദാർത്ഥങ്ങളിൽ നിന്നോ ഒന്നുമല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അത് അടുത്ത വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഖുലിഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മിൻ മാഇൻ, ഒരു വെള്ളത്തിനാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന്, ദാഫിഖിൻ, തെറിച്ചു വരുന്ന. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നു, വഹുവ ജവാബുൽ ഇസ്തിഫ്ഹാം മിമ്മാ ഇൻ ദാഫിഖിൻ ഐ മിനൽ മനിയ്യ്, അഥവാ കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരമെന്നോണമാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. മാ ഉൻ ദാഫിഖിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, തെറിച്ചു വീഴുന്നൊരു വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ മിനൽ മനിയ്യ്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ്. ഇവിടെ ദാഫിഖ് എന്ന് പറഞ്ഞത്, ദഫ്കുൻ എന്ന് പറഞ്ഞാൽ അത് സബ്ബുൽ മാ, വെള്ളം ചെരിച്ചു കളയുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഊക്കിലെറിയുന്നതിനെയാണ്, ഒഴിക്കുന്നതിനെയാണ് ദഫ്ക് എന്ന് പറയുന്നത്. ഈ മാ ഉൻ ദാഫിഖ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത വിശദീകരണങ്ങൾ നൽകിയതായി കാണാൻ കഴിയും. ഇവിടെ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നത്, അറാദ മാ ഏൻ, ഇവിടെ രണ്ട് വെള്ളങ്ങളെ ചേർത്തുകൊണ്ടാണ് അള്ളാഹു അപ്രകാരം വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ്. മാ ഉർ റജുൽ വ മാ ഉൽ മർഅ, അഥവാ സ്ത്രീയുടെയും പുരുഷന്റെയും രണ്ട് ദ്രാവകങ്ങളെയും കൂടി ചേർത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാരം മാ ഉൻ ദാഫിഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്നൽ ഇൻസാൻ മഖ്ലൂഖും മിൻഹുമ, രണ്ടിൽ നിന്നുകൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന കാരണത്താൽ. എന്നാൽ ഇപ്രകാരം ഒന്നാക്കി പറയുവാനുള്ള കാരണം, ലാക്കിൻ ജഅലഹുമാ മാഅൻ വാഹിദൻ ലിംതിസാജിഹിമാ, രണ്ടും കൂടി കൂടിച്ചേരുന്നു എന്ന കാരണത്താലാണ് ഒന്നാക്കി പറയുവാനുള്ള കാരണമെന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം വിശദീകരണം നൽകിയത്, ദാഫിഖിൻ ലസിജ്, കൂടിക്കലർന്ന തെറിച്ചു വീഴുന്ന വെള്ളം എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്രകാരമാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല അതിന് നൽകിയിട്ടുള്ള വിശദീകരണം നോക്കാം. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് എന്ന് പറഞ്ഞാൽ വസഫഹുല്ലാഹു തആല ഫി ആയാത്തിൻ ഉഖറ ബിഅന്നഹു മാഉൻ മഹീനുൻ ദഈഫുസ് സൈലാൻ ലൈസ കൽ മാഇൽ ആദി അൽ മുൻതലിഖ്. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല വചനങ്ങളിലും വിശദീകരിച്ചതായി കാണാൻ കഴിയും. മറ്റു സാധാ വെള്ളം പോലെയല്ല, മറ്റുള്ള സാധാരണയുള്ള ദ്രാവകം പോലെയല്ല ഈ ദ്രാവകം. ഒഴുകാൻ പ്രയാസമുള്ള, അതേപോലെ തന്നെ കട്ടിയുള്ള, വളരെ ദുർബലമായ ഒരു വെള്ളമാണ് എന്നതിനെ വിശേഷിപ്പിച്ചതായി കാണാൻ കഴിയും. നുത്ഫത്തുൻ എന്ന് മറ്റു വചനങ്ങളിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ലോലമായ, ദുർബലമായ ഒരു ദ്രാവകത്തുള്ളിയിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് പിന്നീട് ആ മനുഷ്യന്റെ ഹൃദയം സുമ്മ യകൂനു ഖൽബുഹു അഖ്സാ മിനൽ ഹിജാറ, കല്ലിനേക്കാൾ പരുക്കനായി അത് മാറുകയാണ്. എൻ്റെ സൃഷ്ടാവിനെ മറന്നു പോകുന്ന രീതിയിൽ, സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന തരത്തിൽ മനുഷ്യൻ, അവൻ്റെ ഹൃദയം അത് അത്രയും കഠിനമുള്ളതായി മാറുകയാണ്. അതെത്രത്തോളം അത്ഭുതമാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുകയാണ്. അതിനുശേഷം ഈ വെള്ളം, ഈ ദ്രാവകം, ഇത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന കാര്യം അള്ളാഹു 7-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നു. യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറാഇബ്, അഥവാ അത് മുതുകല്ലിൻ്റെയും നെഞ്ചലുകൾക്കുമിടയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. യഖ്റുജു എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരുന്നു. മിൻ ബൈനിസ് സുൽബ്, മിൻ ബൈനി ഇടയിൽ നിന്ന്, അസുൽബ് മുതുകല്ലിൻ്റെ, വത്തറാഇബ് നെഞ്ചല്ലുകളുടെയും. മുതുകല്ലിൻ്റെയും നെഞ്ചല്ലുകളുടെയും ഇടയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത് എന്നാണ്. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നു, യഖ്റുജു എന്ന് പറഞ്ഞാൽ ഐ ഹാദൽ മാ, അപ്പോൾ യഖ്റുജു ഹാദൽ മാ, ആ വെള്ളം പുറത്തു വരുന്നു, അല്ലെങ്കിൽ ആ ദ്രാവകം പുറത്തു വരുന്നു.
മിൻ ബൈനി സുൽബ്. സുൽബ് എന്ന് പറഞ്ഞാൽ മുതുകല്ലാണ്. അതിൻ്റെ മറ്റൊരു പര്യായപദമാണ് ലൊഹർ എന്നുള്ളത്. അപ്പോൾ ലൊഹർ എന്ന് പറഞ്ഞാലും സുൽബ് എന്ന് പറഞ്ഞാലും മുതുക് ആണ് ഉദ്ദേശിക്കുന്നത്. തെറായിബ് എന്ന് പറഞ്ഞാൽ, തെറായിബ് എന്നതിൻ്റെ അർത്ഥം സ്വദർ, നെഞ്ചാണ്. നെഞ്ചല്ലിനെയാണ് തെറായിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏകവചനം തെരീബത്തുൻ എന്നാണ്. ഇപ്പം നെഞ്ചല്ലുകൾക്കും അതേപോലെ തന്നെ മുതുകല്ലിനും ഇടയിൽ നിന്നാണ് ആ ദ്രാവകം പുറത്തു വരുന്നത്. തെറായിബ് എന്ന പദത്തിന് പണ്ഡിതന്മാർ നൽകിയ മറ്റൊരു വിശദീകരണമാണ് വഹിയ മൗദി ഉൽ ഖിലാദ മിനസ്സുദർ, അഥവാ മാലയിടുന്ന ആ ഒരു ഭാഗത്തെയാണ്, നെഞ്ച് ഭാഗത്തെയാണ് തെറായിബ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. തൈമീൻ റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. യഖ്റുജു മിൻ ബൈനി സുൽബി വ തെറായിബി എന്ന് പറഞ്ഞാൽ മിൻ ബൈനി സുൽബി റജുലി വ തെറായിബിഹി, അഥവാ പുരുഷന്റെ മുതുകല്ലിൻ്റെയും പുരുഷന്റെ നെഞ്ചല്ലുകളുടെയും ഇടയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. അഅ്ലാ സുദ്രിഹി, തെറായിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ്. വഹാദാ യദുല്ലു അലാ ഉമുഖി മഖ്റജി ഹാദൽ മാ, അഥവാ ഈ ദ്രാവകം അത്രയും ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് എന്ന കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വ അന്നഹു യഖ്റുജു മിൻ മകാനിൻ മക്കീനിൻ ഫിൽ ജസദ്, അതേപോലെ തന്നെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് കൂടിയാണ് ആ ദ്രാവകം പുറത്തേക്ക് വരുന്നത്. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുകയാണ്, വസ്സവാബു അന്ന ഹാദൽ വസ്ഫ് ലിമാഇർ റജുൽ, ഈ ഒരു വിശേഷണം യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബി എന്ന ആ ഒരു വിശേഷണം, അഥവാ ആ ദ്രാവകം പുറത്തു വരുന്നത് മുതുകല്ലിൻ്റെയും നെഞ്ചല്ലുകളിൽ നിന്നും ഇടയിൽ നിന്നാണ് എന്ന ആ ഒരു വിശേഷണം യഥാർത്ഥത്തിൽ പുരുഷന്റെ ദ്രാവകത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതാണ് അതിൻ്റെ ശരിയായുള്ള വിശദീകരണവും. എന്നാൽ ചില പണ്ഡിതന്മാർ വഖാല ബഅ്ദുൽ ഉലമാ യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബി എന്നുള്ളത് സുൽബുർ റജുലി വ തറായിബിൽ മർഅ എന്ന് വിശദീകരണം നൽകിയതായി കാണാൻ കഴിയും. അഥവാ പുരുഷന്റെ മുതുകല്ലിൽ നിന്നും അതേപോലെ തന്നെ സ്ത്രീയുടെ നെഞ്ചല്ലുകളിൽ നിന്നുമാണ് അത് പുറത്തു വരുന്നത് എന്ന്. പക്ഷെ അത് വലാകിന്ന ഹാദാ ഖിലാഫു ളാഹിരിൽ ലഫ്ദ്, അഥവാ അത് പ്രകടമായുള്ള ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്ന കാര്യമാണ്. അപ്രകാരമല്ല അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥം വെക്കേണ്ടത് അന്ന ഹാദൽ വസ്ഫ് ലിമാ ഇർറജുൽ, പുരുഷന്റെ ദ്രാവകത്തെ സംബന്ധിച്ചാണ്. യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബ്, അത് മുതുകല്ലുകൾക്കും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അലം. ഇനി നമുക്ക് 8ാമത്തെ വചനത്തിലേക്ക് കടക്കാം. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെ, അഥവാ മനുഷ്യനെ മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവനാണ്. ഇന്നഹു, തീർച്ചയായും അവൻ, അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യനെ ആവർത്തിക്കുവാൻ, സൃഷ്ടിപ്പ് ആവർത്തിപ്പിക്കുവാൻ, ലഖാദിറുൻ, കഴിവുള്ളവൻ തന്നെയാണ്. 9ാമത്തെ വചനം യൗമ തുബ്ല സറായിർ, അത് സൃഷ്ടിക്കുന്നത് എന്നാണ് എന്ന് പറയുകയാണ്. അഥവാ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, ആ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. തുബ്ല, പരിശോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന, സറായിർ, രഹസ്യങ്ങൾ. തുബ്ല സറായിർ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന യൗമ, ദിവസം. ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിച്ച കാര്യങ്ങളിൽ നിന്നും വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ എന്നുള്ളിടത്ത് 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2 രീതിയിൽ വിശദീകരിച്ചതായി കാണാം. ഒന്നാമത്തേത് അഹദുഹുമ അലാ റജ്ഇ ഹാദൽ മാഇ ദാഫിഖ് ഇലാ മഖർരിഹി അല്ലദീ ഖറജ മിൻഹു ലഖാദിറുൻ അലാ ദാലിക്. ഇമാം മുജാഹിദും ഇമാം ഇക്രീമയും എല്ലാം വിശദീകരിച്ചതുപോലെ ആ ദ്രാവകം അത് എവിടെ നിന്നാണോ പുറത്തു വന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാകുന്നു എന്നാണ് അഭിപ്രായം. അഥവാ അതേ ദ്രാവകത്തിൽ നിന്നും അതേ മനുഷ്യനെ വീണ്ടും പുറത്തു കൊണ്ടുവരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അവനെ മടക്കുവാൻ, പുനരുത്ഥാന ദിവസം ആ പരലോകത്തേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ അള്ളാഹു കഴിവുള്ളവനാണ്. സൃഷ്ടിപ്പ് തുടങ്ങുവാൻ കഴിവുള്ള അള്ളാഹുവിനെ രണ്ടാമത് മടക്കുവാനും അതിനേക്കാൾ എളുപ്പമായിരിക്കും എന്നാണ്. അടുത്ത വചനം യൗമ തുബ്ല സറായിർ, അഥവാ യൗമൽ ഖിയാമത്തി തബ്ല ഫീഹി സറായിർ,
ഖിയാമത്ത് നാളിലാണ് ഇപ്രകാരം അള്ളാഹു സൃഷ്ടികളെ മടക്കിക്കൊണ്ടുവരുന്നത്. അത് ആ ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത എന്താണ്? തബ്ലാ ഫീഹി സറായിർ തൽഹർ വതബ്ദു, അഥവാ എല്ലാ രഹസ്യങ്ങളും അവിടെ പ്രകടമാക്കപ്പെടുന്നതാണ്. വ യബ്ഖാ അസ്സിർറു അലാനിയതൻ, ഏതൊരു രഹസ്യവും പരസ്യമാക്കപ്പെടുകയും ഏത് ഒളിപ്പിക്കപ്പെട്ട വസ്തുവും പ്രകടമാക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ്. അപ്പോൾ ഏത് വഞ്ചനകളാണെങ്കിലും ശരി അത് പ്രകടമാക്കപ്പെടുന്നതായിരിക്കും. ഏത് രീതിയിൽ മറ്റുള്ളവരെ പറ്റിച്ചതായാലും ശരി അതും പ്രകടമാക്കപ്പെടുന്നതായിരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യുർഫഉ ലികുല്ലി ഗാദിരിൻ ലിവാഉൻ ഇൻദസ്തിഹി, ഓരോ മനുഷ്യന്റെയും പിൻഭാഗത്ത് നിന്ന് ഒരു കൊടി ഉയർത്തപ്പെടുന്നതായിരിക്കും ഖിയാമത്ത് നാളിൽ. ആ കൊടിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നാലിന്ന വ്യക്തിയെ പറ്റിച്ച വ്യക്തിയാണ് എന്ന് ആ കൊടിയിൽ അത് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ്. അപ്പോൾ വഞ്ചകന്മാരെ പരലോകത്ത് അത്രയും പ്രകടമായ സ്വരത്തിൽ അള്ളാഹു അവരെ വ്യക്തമാക്കുന്നതായിരിക്കും. അവരുടെ വഞ്ചനകൾ പോലും അള്ളാഹു മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നാണ്. അത്തരത്തിലുള്ള വഞ്ചകന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അവസാനം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ നൽകിയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. യൗമ തുബ്ല സറായിർ എന്ന് പറഞ്ഞാൽ തുഖ്തബറു സറായിർ വഹിയൽ ഖുലൂബ്, അഥവാ ഓരോ രഹസ്യങ്ങളും അത് വാർത്തയറിയിക്കപ്പെടുന്നതായിരിക്കും. അത് ഹൃദയത്തിലുള്ള എത്ര ഗോപ്യമാക്കി വെച്ച കാര്യങ്ങളാണെങ്കിലും അത് അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. ഫഇന്നൽ ഹിസാബ് യൗമൽ ഖിയാമ അലാ മാ ഫിൽ ഖുലൂബ്, കാരണം ദിവസത്തെ ഹിസാബ്, അന്നേ ദിവസത്തെ വിചാരണ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെ ആസ്പദമാക്കിയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ വൽ ഹിസാബ് ഫി ദുനിയ, ദുനിയാവിലെ ഹിസാബാകട്ടെ, ദുനിയാവിലെ അല്ലാഹ് വിചാരണകളാകട്ടെ, അത് അലാ മാ ഫിൽ ജവാരിഹ്, അവയവങ്ങൾ പ്രവർത്തിച്ചതിനനുസൃതമാക്കിയിട്ടായിരിക്കും അതുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുനാഫിക്കീങ്ങളോട് മുആമലത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോട് പെരുമാറുന്ന പോലെ അവരോട് പെരുമാറിയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുനാഫിക്കാണ് എന്ന് പ്രകടമായ ഒരു മനുഷ്യനെ കൊന്നുകളയാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ട്. പക്ഷേ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും മുനാഫിക്കാണ് എന്ന കാര്യം അറിഞ്ഞിട്ട് പോലും അവരെ കൊന്നുകളയുവാൻ പ്രവാചകൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കൊണ്ട് കാണാം, ലാ യതഹദ്ദസു നാസ് അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു, മുഹമ്മദ് അവന്റെ ആളുകളെ തന്നെ കൊന്നുകളയുകയാണ് എന്ന് ജനങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവയവങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ച് ഹിസാബ് നടത്തുകയാണ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ മുസ്ലിമായി അഭിനയിക്കുന്ന ഒരു മുനാഫിക്കിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊന്നുകളയാൻ അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അവിടെ പരിഗണിച്ചത് അവന്റെ പ്രകടമായുള്ള സ്വരത്തെയാണ്. എന്നാൽ പരലോകത്ത് പ്രകടമായുള്ള കാര്യങ്ങളല്ല പരിഗണിക്കപ്പെടുന്നത്, മറിച്ച് ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അവിടെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുവാനാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹൃദയം ശുദ്ധിയല്ലാതെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ എത്ര ശുദ്ധിയായാലും ഒരുപക്ഷെ അത് പരലോകത്ത് ഉപകാരം ചെലുത്തിക്കൊള്ളണം എന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രവർത്തനങ്ങളും ശുദ്ധീകരിക്കണം. അതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുക എന്നതാണ്. വചനത്തിലേക്ക് കടക്കാം. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, ആയത്തിന്റെ അർത്ഥം അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ഫമാ ലഹു അപ്പോൾ അവൻ ഉണ്ടായിരിക്കില്ല, മിൻ ഖുവ്വത്തിൻ ഒരു ശക്തിയും ഉണ്ടാകില്ല, വലാ നാസിറിൻ ഒരു സഹായകനും ഉണ്ടാവുകയില്ല. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, ഫമാ ലഹു എന്ന് പറഞ്ഞാൽ ഐ ഫമാ ലിൽ ഇൻസാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യന് ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. മിൻ ഖുവ്വത്തിൻ ഒരു ശക്തിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഫി നഫ്സിഹി, തൻ്റെ സ്വന്തത്തിൽ നിന്നും സ്വന്തത്തെ സഹായിക്കുവാൻ ഒരു ശക്തിയും അവനുണ്ടായിരിക്കുകയില്ല. വലാ നാസിരിൻ എന്ന് പറഞ്ഞാൽ ഐ മിൻ ഖാരിജിൻ മിൻഹു, മറ്റുള്ളവരിൽ നിന്നൊരു സഹായം ലഭിക്കുവാനും അവിടെ ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ലാ യഖ്ദിറു അലാ അൻ യുൻഖിദ നഫ്സഹു മിൻ അദാബില്ലാ വലാ യസ്തതിഉ ലഹു അഹദുൻ ദാലിക്, അഥവാ തന്നെ ദിവസം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തുവാൻ തനിക്ക് സാധിക്കുകയില്ല. വലാ യസ്തതിഉ ലഹു അഹദുൻ ദാലിക്, മറ്റൊരാൾക്ക് തന്നെ രക്ഷപ്പെടുത്തുവാനും സാധിക്കുകയില്ല. അതേപോലെ തന്നെ മറ്റൊരാളെ തനിക്ക് രക്ഷപ്പെടുത്തുവാനും
അന്നേ ദിവസം സാധിക്കുകയില്ല എന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്നു, സുമ്മ ഖാല തആല ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ എന്ന് പറഞ്ഞത്, ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ എന്ന് പറഞ്ഞാൽ യഅനി യൗമൽ ഖിയാമ മാ ലിൽ ഇൻസാൻ ഖുവ്വത്തുൻ ദാതിയ, സ്വന്തമായുള്ളൊരു കഴിവും അന്നേ ദിവസം അവനുണ്ടായിരിക്കുകയില്ല. വലാ നാസിർ എന്ന് പറഞ്ഞാൽ വഹിയൽ ഖുവത്തുൽ ഖാരിജിയ, മറ്റൊരാളിൽ നിന്നുമുള്ളൊരു സഹായവും അന്നേ ദിവസം അവനുണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളും തന്നെ അവനെ സഹായിക്കുവാനുണ്ടായിരിക്കുകയില്ല. അന്നേ ദിവസം താൻ ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് അള്ളാഹു പരിഗണിക്കുകയുമില്ല. അന്ന് വിശ്വസിച്ചത് കൊണ്ടോ അന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ അവനെ സംബന്ധിച്ച് യാതൊരു പ്രയോജനവും അവനുണ്ടായിരിക്കുകയില്ല എന്നാണ്. ബന്ധങ്ങൾ പോലും അന്ന് തിരിഞ്ഞു നോക്കുകയില്ല എന്നതാണ്. അപ്പോൾ സ്വന്തം ബന്ധക്കാരായാൽ പോലും, സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പോലും, സുഹൃത്തുക്കളായാലും ആരായാലും ശരി, അവരാരും അന്നേ ദിവസം തിരിഞ്ഞു നോക്കുകയില്ല. സൂറത്തുൽ മുഅ്മിനൂനിലെ 101-ാമത്തെ വചനം നമുക്ക് കാണാം. ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, അന്നേ ദിവസം അവർക്കിടയിൽ യാതൊരു ബന്ധങ്ങളും ഉണ്ടായിരിക്കുകയില്ല. വലാ യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കുക പോലുമില്ല എന്നാണ്. പരസ്പരം ചോദിക്കുന്നവരായിരിക്കാം. ഫിദ്ദുന്യാ യതസാഅലൂൻ, പരസ്പരം ചോദിക്കുന്നവരായിരിക്കാം. യസ്അലുഹു ബഅദൻ, പരസ്പരം ആവശ്യപ്പെടുകയും കാര്യങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. വയഹ്തമി ബഅദുഹും ബഅദൻ, ഒരാൾ മറ്റൊരാൾക്ക് ബോഡി ഗാർഡായി നിന്നിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടാകും. പക്ഷേ ലാകിൻ യൗമൽ ഖിയാമ ലാ അൻസാബ്, പരലോകത്താകട്ടെ ഒരു ബന്ധവും അന്നുണ്ടായിരിക്കുകയില്ല, കൂട്ടുകാരുണ്ടായിരിക്കുകയില്ല. അതേപോലെ തന്നെ രക്തബന്ധുക്കൾ ഉണ്ടായിരിക്കുകയില്ല, അയൽപ്പക്ക ബന്ധുക്കൾ, അങ്ങനെ ഒരു ബന്ധവും അന്നേ ദിവസം പ്രയോജനം ചെലുത്തുകയില്ല. ലാ ഖറാബ, ഏറ്റവും അടുത്ത ബന്ധങ്ങളാണെങ്കിൽ പോലും, ഉപ്പ ഉമ്മ പോലുള്ള ബന്ധങ്ങളാണെങ്കിലും സഹോദരങ്ങളായാലും ശരി, ആരും തന്നെ അന്ന് പരസ്പരം ചോദിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുകയോ ചെയ്യുകയില്ല. ലാ തൻഫഉൽ ഖറാബ വലാ യതസാഅലൂൻ. അതുകൊണ്ട് തന്നെ സ്വന്തം ചെയ്തികൾ മാത്രമായിരിക്കും, നാം സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും അന്നേ ദിവസം തണലായി താങ്ങായി നമുക്കുണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിലുടനീളം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫനസ്അലുല്ലാഹ തആല അൻ യുസ്ലിഹ ഖുലൂബന വ ഖുലൂബക്കും വ അഅമാലന വ അഅമാലക്കും വ അൻ യഹബ ലനാ മിൻഹു റഹ്മതൻ ഇന്നഹു ഹുവൽ വഹ്ഹാബ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവൃത്തി സ്വാലിഹായ കർമ്മമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.